കേരളത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എത്ര ട്രാൻസ്ജെൻഡർ വ്യക്തികളുണ്ട്, അതിൽ എത്ര പേരാണ് നർത്തകരെന്ന് നിങ്ങൾ നോക്കണം. അപ്പം ആ ഒരു 90% എന്ന കണക്ക് അതൊരു ഒരു സ്യൂഡോ കണക്കായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. മൈത്രേനെ പോലെയുള്ളവര് അത് പറയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് പല കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ശിവൻ ഗേ ആണ്, അദ്ദേഹം നർത്തകനാണ്, അദ്ദേഹം ഗേ ആണ്. ഞാൻ പറയാം അതെങ്ങനെ ശരിയാവും? ഡാൻസർ ആയതുകൊണ്ടല്ല ഗേ ആണ്, ഗേ ആയതുകൊണ്ട് ഡാൻസർ ആയതാണോ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഞാനൊരു ട്രാൻസ് വുമൺ ആയിട്ട് കമൗട്ട് ആയി വരുന്നതിന് മുമ്പ് ഐ വാസ് എ ബോയ്. ഒരുപാട് പെൺകുട്ടികൾക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടായിരുന്നു എന്നോട്. നല്ല വേദികൾ കിട്ടണമെങ്കിൽ നർത്തകന്മാരായിരിക്കുന്ന ആളുകൾ, ഈ കൊറിയോഗ്രാഫേഴ്സ് ആയിരിക്കുന്ന നൃത്താധ്യാപകന്മാരായിരിക്കുന്ന നർത്തകന്മാരുടെ കൂടെ വഴങ്ങി കൊടുക്കണമെന്നും അവരുടെ കൂടെ കിടക്കറ പങ്കിടണമെന്നും ഒക്കെ പറയാറുണ്ട്. അതേസമയം സ്ത്രീകൾ നൃത്തവേദിയിൽ വളരെ സേഫ് ആണെന്ന് ഈ പുരുഷൻ പറയുന്നു. അപ്പൊ ആ മാർക്ക് എടുത്ത് കളയുകയാണോ ചെയ്യേണ്ടത്, അതോ സത്യഭാമ ടീച്ചറിനെ അബ്യൂസ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? കുട്ടികളുടെ ഇടയിൽ കുത്തിവെക്കപ്പെടുകയാണ് ദാറ്റ് അവരുടെ സ്കിൻ കളറിന് അപ്പുറത്തൊരു മേക്കപ്പ്, വെളുപ്പിച്ച ഒരു മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സിലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കുകയാണ്. അല്ല, ഓൾ റെസ്പെക്ട് ടു മൈത്രേയൻ സർ, അദ്ദേഹം പറഞ്ഞതൊരു മണ്ടത്തരമായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന എൻ്റെ ജീവിത സാഹചര്യം, പഠിച്ച മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഈ ഒരു ജീവിത സാഹചര്യം അവരുടെ മക്കൾക്കും ഉണ്ടാവും എന്ന ഒരു വിശ്വാസം അത് കൊടുക്കാൻ എനിക്ക് പറ്റണം. അത് ഞാനെടുത്തൊരു ഡിസിഷനാണ്. നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെയുള്ള അതിഥി ഡാൻസർ, എഡ്യൂക്കേറ്റർ, ആക്ടിവിസ്റ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ശ്രീ അദ്രിജ പണിക്കരാണ്. നമസ്കാരം. കുറച്ച് കാലമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയിട്ടും സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ താങ്കളുടെ രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷണങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അതിൽ വളരെ കൂടുതലായിട്ട് വിമർശനങ്ങളും ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? ആരണ്ടൊക്കെ കണ്ണൊക്കെ വെച്ചു എന്നൊക്കെ പ്രത്യേക പൂജയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ കുറച്ച് നാളത്തെ ജീവിതം? വളരെ നല്ല രീതിയിൽ, വളരെ സന്തോഷത്തോടു കൂടി സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു ജീവിതമാണ്. പിന്നെ അതൊക്കെ ഒരു തമാശയല്ലേ, ഒരു വീഡിയോ ഞാൻ ചെയ്തതിനെ കുറിച്ചായിരിക്കും ഒക്കെ ഒരു തമാശ. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എനിക്ക് എൻ്റെതായ ഒരു പ്രേക്ഷകരെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവരോട് സംവദിക്കുന്നതാണ്, തമാശ മാത്രമാണ്, അല്ലാണ്ട് കണ്ണ് കെട്ടിയതാണെന്നൊന്നും വിചാരിക്കുന്നില്ല. ആരോഗ്യപരമായിട്ട് കുറച്ച് വയ്യാണ്ടായി എന്നുള്ളതാണ്. താങ്കളുടെ പേഴ്സണലായിരിക്കുന്ന കുറച്ച് ജീവിതത്തിലേക്കും ചരിത്രത്തിലേക്കും ഒക്കെ നമുക്കൊന്ന് പോകാൻ വിചാരിക്കുന്നു. അപ്പം കോവളത്താണ് ജനിച്ച് വളർന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ജീവിതം ഈ ഒരു കണ്ടീഷനിലേക്ക്, അതായത് ഒരു നർത്തകി അതോടൊപ്പം തന്നെ ആർട്ടിസ്റ്റ്, ആക്ടിവിസ്റ്റ്, എഡ്യൂക്കേറ്റർ, ഈ ഒരു തലത്തിലേക്കൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വളർന്നു വന്നിരിക്കുന്നത്? ഒന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും. എല്ലാവരുടെയും ജീവിതം പോലെയൊക്കെ ഒക്കെ തന്നെ വളരെ 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 സാമ്പത്തികമായി പുറകിലുള്ള, വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്നു. ഒരു ഘട്ടത്തിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോകുന്നു. അമ്മയാണ് ഞങ്ങളെ രണ്ടുപേരെയും വളർത്തുന്നത്. എനിക്കൊരു അനിയത്തിയാണ്. ഞങ്ങളെ രണ്ടുപേരെയും നന്നായി വളർത്തിയിട്ടുണ്ട്. അമ്മ ഒറ്റയ്ക്ക് നിന്നിട്ടാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ അമ്മയ്ക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസപരമായി ഉണ്ടായിരുന്ന പരിമിതിയിൽ നിന്നൊക്കെ തന്നെ അമ്മ ജോലി ചെയ്ത് ഞങ്ങളെ രണ്ടുപേരെയും വളർത്തി. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇപ്പം ബീങ് ഒരു എന്താ പറയുക, ഒരു ബോയ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ, എസ്പെഷ്യലി അങ്ങനത്തെ ഒരു ഫാമിലി സെനാരിയോയിൽ നിൽക്കുമ്പോൾ ജോലി ചെയ്യുക, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അത് ആ സമയത്ത് ആ ഘട്ടത്തിൽ അമ്മയായിരുന്നു ഏറ്റവും വലിയ പ്രചോദനമായത്. മക്കളെ നീ പഠിക്കുക, നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് അമ്മയായിരുന്നു വലിയൊരു സപ്പോർട്ടായിട്ട് നിന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു അമ്മയെ കിട്ടിയത് കൊണ്ടായിരിക്കും ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതും. അന്ന് അമ്മ സപ്പോർട്ട് ചെയ്തു. ചെന്നൈയിലും തഞ്ചാവൂരൊക്കെ പോയി, ഓരോ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി, വളരെ കഷ്ടപ്പെട്ട് പോയിട്ട് തന്നെയാണ് പഠിച്ചു വന്നതൊക്കെ. ഈ പഠിക്കാൻ പോയ യാത്രകൾ തന്നെ ഓരോ ജീവിത അനുഭവം ആയിട്ടാണ് ഞാൻ സംസാരിക്കുക. അങ്ങനെ പോയി പഠിച്ചു. എൻ്റെ മേഖലയിൽ, നൃത്തം എന്ന മേഖലയിൽ അറിവ് നേടാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം അറിവ് നേടി, പഠിച്ചു, എക്സ്പീരിയൻസ് നേടി, ക്വാളിഫിക്കേഷൻസ് നേടി. അതിനുശേഷമാണ് ഞാൻ ഒരു ട്രാൻസ് വുമണായിട്ട് കമൗട്ട് ആവുന്നത്. ട്രാൻസ് വുമണായിട്ട് കമൗട്ട് ആവുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്കറിയാം നമ്മുടെ
നമ്മുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ എനിക്ക് എന്നെ സ്വയം ഒരു സെൽഫ് അനാലിസിസ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യണം, എന്താണ് എന്നിലുണ്ടാവുന്ന മാറ്റം എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. സോ ഒരു ഞാൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരു 5 വർഷത്തോളം ഞാൻ എന്നെ സ്വയം മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ കമൗട്ട് ആദ്യമായി ഡിക്ലെയർ ചെയ്യുന്നത്. അത് പറയുന്നത് അമ്മയോട് തന്നെയാണ് ആദ്യം പറയുന്നത്. എൻ്റെ 1-2 ഫ്രണ്ട്സിന് അറിയാമായിരുന്നു. അതിലപ്പുറത്ത് ആദ്യമായി ഫാമിലിക്കകത്ത് പറയുന്നത് അമ്മയോടാണ്. അമ്മയ്ക്ക് കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അനന്യ ചേച്ചിയുടെ സൂയിസൈഡും ഒക്കെ നടന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. ബട്ട് ഞാൻ 5 വർഷം മനസ്സിലാക്കിയ കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ അമ്മയെ എഡ്യൂക്കേറ്റ് ചെയ്യായിരുന്നു. അമ്മയായിരുന്നു ആദ്യം സ്വീകരിച്ചത്. ഒപ്പം ഫാമിലി, നാട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്തു, കൂടെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഇന്ന് നിങ്ങൾ കാണുന്ന അദ്രിജ പണിക്കറായിട്ടിരിക്കുന്നു. ഓക്കെ. നമ്മൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിന് ഞാനും ഈ ഓൺലൈനിൽ കൂടെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് പല ആൾക്കാരുടെയും ആക്ടിവിറ്റി ബിഹേവിയറൊക്കെ കാണാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തയായിരുന്നു അദ്രിജ പണിക്കർ. എന്താ നമ്മൾ പറയുകയാണെങ്കിൽ ബ്യൂട്ടി വിത്ത് ബ്രെയിൻ ആൻഡ് ആ ഒരു ബോൾഡസ്. ഇത്രയും ബ്രേവ് ആൻഡ് ബോൾഡായിട്ടും എങ്ങനെയാണ് നിങ്ങൾ രൂപപ്പെട്ടത്? അമ്മയാണോ അതോ നിങ്ങളുടെ ജീവിതാനുഭവമാണോ? ഒരുപാട് ട്രാൻസ്ജെൻഡർമാർ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തപ്പെട്ടിട്ട് ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തു വന്നിട്ടുണ്ട്. അത് സംഘപരിവാറിൻ്റെ സ്വാധീനമാണോ, RSS സ്വാധീനമാണോ, അമ്മ, ഗുരുക്കന്മാർ, ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കിക്കണ്ട രീതി, അല്ല നിങ്ങളെടുത്ത ആ ഒരു നിങ്ങൾ ഏത് രീതിയിലാണോ എടുത്തത് അതാണോ നിങ്ങൾ ഇത്രത്തോളം ബോൾഡാക്കി മാറ്റിയിരിക്കുന്നത്? അത് ബോൾഡ് ആൻഡ് ഷാർപ്പാണ് നിങ്ങൾ പല കാര്യങ്ങൾ പറയുന്നതിനകത്ത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എല്ലാ ആൾക്കാർക്കും, എനിക്കുമൊക്കെ. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യം തന്നെ ഷാർപ്പ് ഷൂട്ടഡായിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി ക്ലിയറായി സംസാരിക്കാറുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളും അതിനകത്ത് വരും. അതായത് എൻ്റെ ഒരു ബാല്യം എന്ന് പറയുന്നത് ബാലഗോകുലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ബാലഗോകുലം, പിന്നെ സംഘം ഒക്കെ, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിൽ അതൊക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ജീവിത സാഹചര്യം, ഒരു മനുഷ്യൻ എങ്ങനെ ആവാൻ പാടില്ല എന്ന് അച്ഛനിൽ നിന്നും, ഒരു മനുഷ്യൻ എങ്ങനെ ആവണമെന്ന് അമ്മയിൽ നിന്നും പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതെല്ലാ സാഹചര്യങ്ങളും, ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കടന്നുപോയ വഴി എൻ്റെ ഗുരുക്കന്മാർ, അവർ ഒരു വലിയൊരു ഗുരുസമ്പത്തുണ്ട്. ആ ഗുരുക്കന്മാർ, അവരുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. പുരാണ കഥകൾ കേട്ട് വളർന്നൊരു ബാല്യമായിരുന്നു. മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്ന് കേട്ട് വളർന്നൊരു ബാല്യമാണ്. അപ്പം പുരാണങ്ങൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും അപ്പുറത്ത് ഞാനൊരു ട്രാൻസ്വുമണായിട്ട് കമ്മൗട്ടായപ്പോൾ ഞാൻ തന്നെ എടുത്തൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയ ഒരു ഇങ്ങനെ ഹൈപ്പിലേക്ക് വന്നൊരു സമയം, സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്താ പറയുക, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നെഗറ്റിവിറ്റിയിലൂടെ ഫെയിം നേടുക എന്ന ഒരു സ്ട്രാറ്റജി, ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അതിൻ്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് മുഴുവനായി, എല്ലാവർക്കും മുഴുവനായി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഞാനെടുത്തൊരു ഡിസിഷനാണ്, ഞാനായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിക്ക്, എൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ ഭാവിനെയാണ് ഞാൻ പറയുന്നത്, നാളെ വരാൻ പോകുന്ന കുട്ടികളെയാണ് ഞാൻ പറയുന്നത്, അവർക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കി വെക്കില്ല എന്നുള്ളത്, ഒരു മാതൃകയായിരിക്കും എന്നുള്ളത് ഞാനെടുത്ത ഒരു തീരുമാനമാണ്. അതായത് നാളെ കമ്മൗട്ടാവുന്ന, പുറത്തേക്ക് വരാനിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മയും അച്ഛനും എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ കമ്മൗട്ടായാൽ അദ്രിജ പണിക്കരെ പോലെ അല്ലെങ്കിൽ അദ്രിജ പണിക്കരെ പോലെയുള്ള വ്യക്തികളെ പോലെ ആവും എന്ന് സമാധാനത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് അവരുടെ മക്കൾ കമ്മൗട്ട് ആവുന്നതിനെ നോക്കിക്കാണണം. എൻ്റെ ജീവിത സാഹചര്യം, ഞാനെന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന എൻ്റെ ജീവിത സാഹചര്യം, പഠിച്ച മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഈ ഒരു ജീവിത സാഹചര്യം അവരുടെ മക്കൾക്കും ഉണ്ടാവും എന്ന ഒരു വിശ്വാസം, അത് കൊടുക്കാൻ എനിക്ക് പറ്റണം. അത് ഞാനെടുത്തൊരു ഡിസിഷനാണ്. ആ ഡിസിഷനിൻ പ്രകാരം തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. ഞാനായി ഭാവിയിലേക്ക് കമ്മൗട്ടായി വരുന്ന കുട്ടികൾ, ഇപ്പോൾ കമ്മൗട്ടായി നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കില്ല, അവർക്ക് കളിയാക്കലില്ലാത്ത, സോഷ്യൽ മീഡിയ ബുള്ളിയിങ് ഇല്ലാത്ത ഒരു സൊസൈറ്റി ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ഞാൻ ശ്രമിക്കും. ഓക്കെ. ഒരു നർത്തകി എന്ന നിലയിലാണ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. അപ്പോൾ നൃത്തവുമായി ബന്ധപ്പെട്ടിട്ട്
പൊതുവെ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, പുരുഷന്മാർ നൃത്തം ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ട്രാൻസ്ജെൻഡറായി പോകും, അല്ലെങ്കിൽ ഒരു ഗേ ബൈസെക്ഷൽ ആയിട്ടൊക്കെ പോകും. ഒട്ടുമിക്ക ട്രാൻസ്ജെൻഡർമാരിലെയും നമുക്ക് സമൂഹത്തിൽ ഒരു എന്താ പറയുക, ഒരു അറിവാണ്, ട്രാൻസ്ജെൻഡർ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഒരു നർത്തകൻ എന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. അതിന് കുറച്ചും കൂടെ ഒരു ഉന്ത് കൊടുത്തിരിക്കുന്നത് പ്രശസ്ത സോഷ്യൽ ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും മറ്റ് സെക്സ് വർക്കേഴ്സിൻ്റെയും ഒക്കെ ആദ്യകാല റീഹാബിലിറ്റേറ്റർ ആയിരുന്ന ഡോക്ടർ ജയശ്രീയുടെ പാർട്ട്ണർ മൈത്രേയൻ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. 90% പുരുഷന്മാരും നർത്തകരായിരിക്കുന്ന പുരുഷന്മാരും ട്രാൻസ്ജെൻഡേഴ്സ് ആയി പോകും. ഒരുപക്ഷെ ട്രാൻസ്ജെൻഡർ പ്ലസ് ഗേ പ്ലസ് ബൈസെക്ഷൽ പ്ലസ് 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 ആയി പോകും എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു പ്രസ്താവന വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആദ്യത്തെ ഒരു റിനൗണ്ട് ആയിരിക്കുന്ന അല്ലെങ്കിൽ പബ്ലിസൈസ് ചെയ്യപ്പെടുന്ന ഒരു സോഷ്യൽ വർക്കർ. അപ്പോൾ ഒരു നർത്തകൻ എന്ന നിലയിൽ നിന്ന് നർത്തകി എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നത് താങ്കൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? അല്ല, ഓൾ റെസ്പെക്ട് ടു മൈത്രേയൻ സർ, അദ്ദേഹം പറഞ്ഞതൊരു മണ്ടത്തരമായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എനിക്ക് 30 വയസ്സായി. എൻ്റെ ഏകദേശം ഒരു 10 വയസ്സ് മുതൽ തുടങ്ങിയ ഈ ഒരു ഡാൻസ് ജേണി, ഒരു 20 വർഷത്തെ ഡാൻസ് ജേണി എന്ന് വെക്കാം. അതിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഡാൻസേഴ്സ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, ഓഫ് കോഴ്സ് ദർ ആർ പീപ്പിൾ ഹു ആർ ഫെമിനൈൻ, പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഡാൻസേഴ്സിനിടയിൽ ഗേ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ച് 90% എന്നൊരു കണക്ക് കൃത്യമായി പറയാനുള്ള പഠനമൊന്നും നടത്തിയിട്ടില്ല ആരും. ഞാൻ ഒരുപാട് ഡാൻസേഴ്സിനെ കണ്ടിട്ടുണ്ട്, മെയിൽ ഡാൻസേഴ്സ്, കല്യാണം കഴിച്ച് ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇന്ന് ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഈ പറയുന്ന പോലെ സ്ത്രൈണതയുള്ള മെയിൽ ഡാൻസേഴ്സിനെ നമ്മൾ കണ്ടു തുടങ്ങിയത്. ഭരതനാട്യത്തിന് ഇപ്പം ഞാൻ ഭരതനാട്യം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അതിനെപ്പറ്റി പറയാം. ഭരതനാട്യത്തിന് ഒരു വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ പുരുഷന്മാരാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം പുരാണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്പിരിച്വലായിട്ട് നമ്മൾ പറയണേ, ആദ്യ നർത്തകൻ എന്ന് പറയുന്നത് ശിവനാണ്. ബ്രഹ്മാവാണ് നാട്യവേദം രചിച്ചത്. ഈ നാട്യവേദത്തിനെ നാട്യശാസ്ത്രമാക്കി മാറ്റുന്നത് ഭരതമുനിയാണ്. ഭരതമുനി ബ്രഹ്മാവ് നൽകുന്ന ഗന്ധർവന്മാരെ വെച്ചിട്ടാണ് ഈ നാട്യശാസ്ത്രം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്യൂട്ടിയുടെ കുറവ്, ഒരു സൗന്ദര്യത്തിൻ്റെ കുറവ് ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഭരതമുനി കൈശികി എന്ന് പറയുന്ന ഒരു വൃത്തി ആഡ് ചെയ്യുകയും അതുവരെ ഉണ്ടായിരുന്ന ആരഭടി, സാത്വതി, പിന്നെ ഭാരതീ വൃത്തികളുടെ കൂടെ കൈശികി എന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടി ആഡ് ചെയ്യുകയും അതിന് ബ്രഹ്മാവ് അപ്സരസുകളെ നൽകി എന്നൊക്കെയാണ് നമ്മൾ പുരാണങ്ങളിലും ഇപ്പം നാട്യശാസ്ത്രത്തിലും ഒക്കെ പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഈ പുരുഷന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭരതനാട്യം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം അതിൻ്റെ ഒരു പ്രിവിലേജ്ഡ് ഫോമിലേക്ക് ഉണ്ടാവുമ്പോൾ അതിന് പുറകിലുണ്ടായിരുന്നത് പുരുഷന്മാരാണ്. തഞ്ചാവൂർ സഹോദരന്മാരാണ്, ചിന്നയ്യ, പൊന്നയ്യ, വടിവേലു, ശിവാനന്ദം എന്ന് പറഞ്ഞിട്ട്. അതിന് മുന്നും പിന്നും ഒക്കെ നട്ടുവണാർമാരായിരുന്നു നാട്യ ആചാര്യന്മാർ, പുരുഷന്മാരായിരുന്നു. ഫീമെയിൽ, അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് പെർഫോമേഴ്സ് ആയിരുന്നു. അവിടെ എല്ലാവരും പുരുഷന്മാരുടെ സാമീപ്യമാണ്. ഇവരൊക്കെ ഈ പഴയകാല ആചാര്യന്മാരെല്ലാവരും തന്നെ വളരെ മാസ്കുലിൻ ആയിട്ടുള്ളവരായിരുന്നു, പുരുഷന്മാരായിരുന്നു. അവർ കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എൻ്റെ കണ്ടംപററി ആയിട്ട് നോക്കുമ്പോഴത്തേക്കും തന്നെ എല്ലാവരും എന്താ പറയുക, വളരെ മാസ്കുലിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ കല്യാണം കഴിഞ്ഞവരും മക്കള് ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. പിന്നെ അതിനിടയിൽ ഇതുപോലെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫെമിനൈൻ ആയിട്ടുള്ള ഡാൻസേഴ്സ് ഉണ്ട്, ഗേ ആയിട്ടുള്ള ഡാൻസേഴ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് ട്രാൻസ്വുമൻസ് ആയി വന്നവരുണ്ട്, വളരെ കുറച്ച് പേര്. ഇപ്പം കേരളത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എത്ര ട്രാൻസ്ജെൻഡർ വ്യക്തികളുണ്ട്, അതിൽ എത്ര പേരാണ് നർത്തകരെന്ന് നിങ്ങൾ നോക്കണം. അപ്പം ആ ഒരു 90% എന്ന കണക്ക് അതൊരു സ്യൂഡോ കണക്കായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. മൈത്രേയനെ പോലെയുള്ളവർ അത് പറയാൻ പാടില്ല.
ഇത് മൈത്രേയൻ പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരു പരിചയക്കാരൻ, ഒരു വെരി ഗുഡ് അക്വൻറ്റൈൻ ഓഫ് മൈൻഡ്, അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയും ഒരു ഭരതനാട്യം ഡാൻസറുമാണ്. അപ്പം എനിക്ക് ഇന്ത്യൻ ആർട്ട് ഫോംസിനോടും ഹിസ്റ്ററിയോടും ഒക്കെ വളരെ താല്പര്യമുള്ളൊരു കക്ഷി ആയതുകൊണ്ട് അപ്പം വളരെ അക്കാഡമിക്കലായി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ നൃത്തവും കൊണ്ടുപോകുന്നതുകൊണ്ട് അദ്ദേഹമായിട്ട് പല ചർച്ചകളൊക്കെ ഞാൻ നടത്തി. അപ്പോൾ ഇദ്ദേഹം നമ്മൾ സംസാരിച്ച് ഹീസ് എ ഗേ. അപ്പം ഇങ്ങനെ ഒരു സംസാരിച്ചൊക്കെ വരുമ്പം ഇദ്ദേഹം ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ഇടയിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പല കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ശിവൻ ഗേ ആണ്. ഓക്കെ. അദ്ദേഹം നർത്തകനാണ്, അദ്ദേഹം ഗേ ആണ്. എന്നിട്ട് ഞാൻ പറയും അതെങ്ങനെ ശരിയാവും? ബിക്കോസ് ഞാനൊരു പ്രോട്ടോടൈപ്പ് ശിവ ട്രഡീഷനാണ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സായി നമ്മുടെ ഒരു ട്രൈബ് ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പം എന്നെക്കുറിച്ച് ഇറിറ്റേറ്റ് ചെയ്തു ആക്ച്വലി. പിന്നെ പിന്നെ ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ ആൾക്കാർക്കും ഉണ്ടല്ലോ. ഞാൻ പറയാം അതെങ്ങനെ ശരിയാവും? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷ്ണുവിനൊരു കുട്ടി ഉണ്ടായത് എന്നാണ് ഇദ്ദേഹം പറയണത്. അന്നേരം പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നട്ടുവനാറുകൾ എല്ലാവരും അവരെല്ലാം ഗേകളായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ച് ഇനിയിപ്പോൾ ഇയാൾ ഇത് ഗേ ആയതിൻ്റെ പേരിൽ ചിലപ്പം ഗേയുടെ ലിസ്റ്റിനകത്ത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ആണുങ്ങളെ നിങ്ങളും ഗേ ആണ് ഞാനോ? അദ്ദേഹം എൻ്റെ അടുക്ക അതെ നിങ്ങളും ഗേ ആണ്, നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കൂ. ഞാൻ പറയും ഓഹോ എന്നാൽ ചിന്തിക്കാം. അപ്പോൾ അത് കഴിഞ്ഞൊരു 3 മാസത്തിന് ശേഷമാണ് ഈ മൈത്രേയൻ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും ഗേ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഇദ്ദേഹം ഒരു എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന പേഴ്സണാണ്, ഒരു ഡാൻസറാണ്. ഇനി കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഓൾറെഡി ഉണ്ട്. ഡാൻസേഴ്സ് ഒക്കെ, മെയിൽ ഡാൻസേഴ്സ് ഒക്കെ ഫെമിനൈൻ ആണ്, അല്ലെങ്കിൽ അവരിങ്ങനെ ഗെയ് ഓർ ബൈസെക്ഷൽ ആണെന്നൊക്കെ ഉള്ള എനിക്കറിയുന്നവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ നോട്ട് എവ്രി വൺ. അത് ഐ ഷുഡ് സേ. ഇപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ, 90% മെയിൽ ഡാൻസേഴ്സും ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനകത്തുള്ള പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയില്ല. ഡാൻസേഴ്സിനിടയിൽ ഒരുപാട് പേര് ഗെയ്സ് ആണ്, ഒരുപാട് പേര് ബൈസെക്ഷൽ ഇതുള്ള, അത് അവർ ഡാൻസർ ആയതുകൊണ്ടല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നൃത്തത്തിൽ ഒരാളുടെ സെക്ഷുവാലിറ്റീനെ ഇംപ്രൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ സെക്ഷുവാലിറ്റീനെയോ ജെൻഡറിനെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കണ്ടന്റുകളൊന്നും ഡാൻസിലില്ല. ഒക്കെ വലിയ ബ്ലണ്ടറാണ് നമ്മൾ ഈ പറയുന്നത്. ഡാൻസർ ആയതുകൊണ്ടല്ല അവർ ഗേ ആവുന്നത്. ദേ ആർ ഗേ, അത്രേ ഉള്ളൂ. അവരുടെ ഡാൻസർ ആയതുകൊണ്ടല്ല അങ്ങനെ ഡാൻസർ ആയതാണോ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഒരിക്കലും ഡാൻസ് എന്ന് പറയുന്ന സാധനം ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ആരുടെയും ജെൻഡറിനെയോ സെക്ഷുവാലിറ്റിയുടെയോ ഇൻഫ്ലുവൻസ് ഇല്ല. കമോൺ, ഒരു ഡാൻസറാണ്, ഒരു ട്രെയിനറാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നൃത്തത്തിൽ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളില്ല. ചിലപ്പോ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കാം. ഇപ്പോ എനിക്കൊക്കെ അങ്ങനെ പറയാനുണ്ടാവും. ചിലപ്പോ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു ട്രോമയിൽ നിന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും ഗേ ആവുന്നതോ, അല്ലെങ്കിൽ അങ്ങനത്തെ സെക്ഷുവാലിറ്റി നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായി വന്നതോ ഒക്കെ. അങ്ങനത്തെ പല കാരണങ്ങളുണ്ട്. പക്ഷെ നോ ഡാൻസ്. നൃത്തം പഠിച്ചതുകൊണ്ട് ഒരാൾ ഗേ ആവുന്നു, അല്ലെങ്കിൽ നൃത്തം പഠിച്ചതുകൊണ്ട് ഒരാൾ ബൈസെക്ഷൽ ആവുന്നു, അല്ലെങ്കിൽ നൃത്തം പഠിച്ചതുകൊണ്ട് ഒരാൾ ട്രാൻസ്ജെൻഡർ വ്യക്തി ആവുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലണ്ടർ. നൃത്തം ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഒരു തരത്തിലും. ഒരു ഡാൻസ് ടീച്ചർ എന്ന നിലയിൽ, ഒരു കൊറിയോഗ്രാഫർ എന്ന നിലയിൽ, ഒരു ആൺകുട്ടി ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ അവരിൽ എത്ര ശതമാനത്തോളം ഫെമിനിറ്റി ഉണ്ടായി വരും? ഈ ശതമാനം എന്ന് പറയുന്ന കാര്യത്തിനോട് അങ്ങനെ നോക്കരുത്. അല്ലെങ്കിൽ ഫെമിനിറ്റി ഉണ്ടാവില്ല. ഫെമിനിറ്റി ഉണ്ടാവില്ല. ഡാൻസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഫെമിനിറ്റി ഉണ്ടാവില്ല. ഞാൻ എന്താ പറയാ, ഞാനൊരു ട്രാൻസ് വുമണായിട്ട് കമൗട്ട് ആയി വരുന്നതിന് മുമ്പ് ഐ വാസ് എ ബോയ്. ഒരുപാട് പെൺകുട്ടികൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടായിരുന്നു എന്നോട്. അത് എന്നോട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. സോ ഞാൻ എന്താണ്, ഇവൻ ഇഫ് ഐ വാസ് ഹൈഡിങ് മൈസെൽഫ്, എൻ്റെ ഒരു ഫെമിനൈൻ ആട്രിബ്യൂട്ട്സ് ഞാൻ ഹൈഡ് ചെയ്ത് ഞാൻ പുറത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് എന്നിരിക്കൽ പോലും ഞാൻ ആയിരുന്നു. അങ്ങനെയാണ്. അല്ലാണ്ട് ഡാൻസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നിങ്ങൾ ഗേ ആവൂ, അല്ലെങ്കിൽ ഡാൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്നൊരിക്കലും പറയരുത്. അതുപോലൊരു മണ്ടത്തരം വേറില്ല. അതുപോലെ തന്നെ ഒരു നൃത്താധ്യാപികയായിട്ട് മറ്റൊരു ചോദ്യം കൂടെ. ഈ ഡാൻസ് പെർഫോമൻസ് നമുക്ക് നല്ല സ്റ്റേജുകളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേജുകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് ധാരാളമായിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞാണ്, നൃത്ത മേഖലയിലുള്ള നൃത്ത വിദ്യാർത്ഥിയായിട്ട് 10-15 വർഷമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞാണ്, സിനിമയിൽ സ്ത്രീകളിലാണ് അല്ലെങ്കിൽ സ്ത്രീകളോടാണ് കാസ്റ്റിംഗ് കൗച്ചിന് ആൾക്കാർ ചോദിക്കുകയെങ്കിൽ ഇവിടെ പുരുഷന്മാരോടാണ് അത്ര ചോദിക്കാറ്. ആണോ? നല്ല നല്ല വേദികൾ കിട്ടണമെങ്കിൽ
നർത്തകന്മാരായിരിക്കുന്ന ആളുകൾ ഈ കൊറിയോഗ്രാഫേഴ്സ് ആയിരിക്കുന്ന നൃത്താധ്യാപകന്മാരായിരിക്കുന്ന നർത്തകന്മാരുടെ കൂടെ വഴങ്ങി കൊടുക്കണമെന്നും അവരുടെ കൂടെ കിടക്കറ പങ്കിടണമെന്നും ഒക്കെ പറയാറുണ്ട്. അതേസമയം സ്ത്രീകൾ നൃത്തവേദിയിൽ വളരെ സേഫ് ആണെന്ന് ഈ പുരുഷൻ പറയുന്നു. ഇതിലൂടെ വെറുതെ പറയുന്നതാണ് കേട്ടോ. അതായത് ഞാൻ കള്ളം പറയല്ലോ. അല്ലല്ല, കള്ളം പറയുന്നതല്ല, വളരെ ജെന്യുവൻ ആയിട്ട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. മെയിൽ ഡാൻസേഴ്സിനും ഇല്ല, ഫീമെയിൽ ഡാൻസേഴ്സിനും ഇല്ല കേരളത്തിലെ ഡാൻസ് ഓപ്പർച്യൂണിറ്റി. കേരളത്തിലെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, കർണാടക, ആന്ധ്ര മുഴുവനായിട്ടുള്ള കാര്യം ഇതിൽ തന്നെ ഞാൻ സംസാരിക്കാം. ഈ കർണാടക, പിന്നെ ബാംഗ്ലൂര്, ചെന്നൈ പോലെയുള്ള സ്ഥലങ്ങളിലോട്ട് പോയിക്കഴിഞ്ഞാൽ അവിടെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് ആണ്. അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ കാസ്റ്റിംഗ് കൗച്ച് ഒന്നും അല്ല അവിടുത്തെ പൊളിറ്റിക്സ് എന്നുള്ളത്. അവിടെ ദർ ആർ ഗുരൂസ് ഉണ്ട്, ഗുരുക്കന്മാരുണ്ട്, ഇവരുടെ സ്റ്റുഡൻസ്. അങ്ങനെയാണ് അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓപ്പർച്യൂണിറ്റീസ് പോകുന്നത് ഈ ജാതി, മതം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് വേറെ ഇത് പോകുന്നത്. അല്ലാണ്ട് കാസ്റ്റിംഗ് കൗച്ച് ബേസ്ഡ് ഓഫ് ഇങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് അങ്ങനത്തെ ഒരു സാധനം ഇല്ല ഡാൻസ് ഫീൽഡിലില്ല. അത് അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. ഞാനൊരു ദൂരദർശൻ ഭരതനാട്യം എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ഒരു നാഷണൽ അവാർഡ് ഉണ്ട് എനിക്ക്. ആ കിട്ടിയ 2018 നേടിയ അവാർഡിൻ്റെ തന്നെ ജൂറി മെമ്പറായിട്ട് 2023 ഞാൻ 2022 ഞാൻ അതിൻ്റെ ജൂറി മെമ്പറായിട്ട് തന്നെ ഇരുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങളില്ല. പക്ഷേ നമുക്ക് കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം, ഇപ്പം നമ്മൾ ഗവൺമെൻറ് പരിപാടികൾക്ക് അപേക്ഷ കൊടുക്കണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഹോൾഡ് ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ജാതി, മത അങ്ങനത്തെ സംഘടനകൾ വഴിയൊക്കെ നമ്മൾ റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണുള്ളത്. അല്ലാണ്ട് കാസ്റ്റിംഗ് കൗച്ച് ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ അനുഭവത്തിൽ എൻ്റെ സുഹൃത്തുക്കളും ആരും ഇങ്ങനെ ഈ പറഞ്ഞ അനുഭവമില്ല. അതായത് പൊളിറ്റിക്സ് ഉണ്ട്. അത് കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ടാണ്. കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ മലയാളികളെ അടുപ്പിക്കത്തില്ല. മലയാളികൾ ഉള്ളത് അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവരാണ്. ഇപ്പോൾ കേരളം വിട്ട് ചെന്നൈയിലോ ബാംഗ്ലൂരോ ഒക്കെ അവിടെ സെറ്റിൽഡായി അവിടെ ആർട്ട് വർക്ക് ചെയ്യുന്ന, അവിടെ പ്രവർത്തിക്കുന്നവരെയാണ് അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത്. ആ കിട്ടുന്നവരും സാമ്പത്തികമായിട്ട് വലിയ മേഖലയിൽ നിൽക്കുന്നവരായിരിക്കും. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റെക്കമെൻഡേഷൻ, ജാതി, മതം ഒക്കെ അതിനകത്ത് ഫാക്ടേഴ്സ് ആയിട്ട് വരാറുണ്ട്. നമ്മൾ മലയാളികളെ അവിടെ അടുപ്പിക്കാറില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം ബാംഗ്ലൂരിലായിരുന്നു, ഏകദേശം ഒരു 7-8 വർഷം ബാംഗ്ലൂർ ആയിരുന്നു. ബാംഗ്ലൂരിലൊക്കെ ഇങ്ങനത്തെ പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത്, ഈ അലിഗേഷൻ ഇദ്ദേഹം പറഞ്ഞത് പേര് പറയണില്ല, ഇദ്ദേഹം ബാംഗ്ലൂരിലെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ വളരെ പ്രശസ്തനായിരിക്കുന്ന ഒരു നൃത്ത ഗുരുവിനെ പോയി കിടക്ക പങ്കിടണം എന്നുള്ള രീതിയിലത്തേക്കാണ് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ റൂമേഴ്സ് ഒന്നും ഇറക്കാത്ത വളരെ സ്വാധീനനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേദി കിട്ടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെയുണ്ടോ അഭിജിത്ത്, അതുകൊണ്ടാണ് പോകാത്തത്, എനിക്കതിനുകൊണ്ട് പേഴ്സണലി താല്പര്യമില്ല, അതുകൊണ്ട് ഞാനങ്ങ് കുറച്ച് അല്ലറ പരിപാടിയൊക്കെ ആയിട്ട് നാട്ടിൽ ഒതുങ്ങി കൂടാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ എനിക്കോ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരോ ഇപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ഒക്കെ ഉണ്ട്. അവരാരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഓക്കെ, ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ശരി, ഇനി നമുക്ക് നൃത്തരംഗത്ത് ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രശ്നം, കലാമണ്ഡലം സത്യഭാമ ജൂനിയർ, അവർ കുറേ വർഷമായി കേട്ട് പഴകിയ ഒരു കേസാണ്. അപ്പം സത്യഭാമ ടീച്ചർ പറഞ്ഞത് കറുത്ത ഇത്, അപ്പം ഇത് സത്യഭാമ ടീച്ചറുമായിട്ട് പേഴ്സണലായിട്ട് ഒന്ന് സംവദിക്കാൻ സമയം കിട്ടിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ആരോപണ വിധേയനായ വ്യക്തി, ഈ പ്രശ്നമുണ്ടായ വ്യക്തിയും ഇവരും തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, അതൊന്ന്. രണ്ടാമത്തത് ഇവർ പറഞ്ഞത് കറുത്ത കുട്ടികൾ നൃത്തം കോമ്പറ്റീഷന് പോകരുത്. അതവർ പറഞ്ഞൊരു കാര്യം, കറുത്ത കുട്ടികൾ കോമ്പറ്റീഷന് പോകരുത്, കറുത്ത കുട്ടികൾക്ക് മാർക്ക് കിട്ടില്ല, സൗന്ദര്യത്തിന് കിട്ടില്ല. അത് സത്യഭാമ ടീച്ചർ പറഞ്ഞത് കോമ്പറ്റീഷന്റെ പെർസ്പെക്റ്റീവ് എന്നിട്ടാണ് കേട്ടോ. സത്യഭാമ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ്. അവർ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്. പക്ഷേ ഒരു ഭയങ്കര ഒരു നല്ല മനസ്സിനുടമയാണ്. എനിക്കറിയാം, ഒരു നന്മ മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് സത്യഭാമ ടീച്ചർ. അവർ പക്ഷെ സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ആദ്യമായിട്ട് ഓണം വാരാഘോഷ പരിപാടിക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് അന്ന് സത്യഭാമ ടീച്ചർ എന്തോ ആണ് ക്യൂറേറ്റിംഗ് ആ ഒരു ടീമിലുള്ളത്. ഈ ടീച്ചർ സത്യഭാമ ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ കയ്യിൽ സത്യഭാമ ടീച്ചറിൻ്റെ നമ്പറില്ല. പക്ഷെ അതിന് മുമ്പ് ഞാൻ സത്യഭാമ ടീച്ചറിൻ്റെ ഒരു വർക്കിൽ ഞാൻ ഭാഗമായിട്ടുണ്ട്.
അപ്പോൾ സത്യഭാമ ടീച്ചർ എന്നെ വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീ അങ്ങനെ ചോദിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. അങ്ങനെയാണ് അവരുടെ രീതി. അങ്ങനെയാണ് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര പൂശി സോപ്പിട്ട് സംസാരിച്ച് ഇങ്ങനെ വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വേ ഓഫ് ടോക്കിംഗ് അല്ല അവരുടേത്. എനിക്കറിയാം നീ ഇങ്ങനെ പറയത്തുള്ളൂ, നന്ദി ഇല്ലാത്തവന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അങ്ങ് സംസാരിച്ച് കളയും. വർഷങ്ങൾക്ക് മുമ്പാണോ? വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഓണം വരെ 2017, 16 ആ സമയത്ത്. അപ്പം അങ്ങനെയൊക്കെ അങ്ങ് സംസാരിക്കും. പക്ഷെ മനസ്സിൽ ഭയങ്കര നന്മയുള്ളൊരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ പറഞ്ഞതിൻ്റെ പെർസ്പെക്റ്റീവ് കലോത്സവത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്നിട്ടാണ് പറഞ്ഞത്. അതൊരു അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് എ ഫാക്ട്. കലോത്സവത്തിനകത്ത് ഇന്നുകൊണ്ട് ആകാര സൗഷ്ഠവം എന്ന് പറഞ്ഞിട്ട് മാർക്കുണ്ട്, 10 മാർക്കുണ്ട്. ബോഡി സ്ട്രക്ചറിന്, ശരീര സൗന്ദര്യത്തിന്, ആകാര സൗന്ദര്യത്തിന് മാർക്കുണ്ട്, 10 മാർക്ക്. അപ്പൊ ആ മാർക്ക് എടുത്ത് കളയുകയാണോ ചെയ്യേണ്ടത്, അതോ സത്യഭാമ ടീച്ചറിനെ അബ്യൂസ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? ഈ മാർക്ക് എടുത്ത് മാറ്റണമെന്നൊക്കെ പണ്ട് മുതലേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഞാനും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ ജഡ്ജ്മെന്റിനൊക്കെ പോയിരിക്കുന്ന സമയത്ത് എന്താണ് ഈ മാർക്ക്? കാരണം ഈ മാർക്ക് അവിടെ കിടക്കുന്നതുകൊണ്ട് കുട്ടികൾ ആർ നോട്ട് അലൗഡ് ടു വെയർ ഓർഡിനറി കോസ്റ്റ്യൂം ഇടാനോ, ഓർഡിനറി അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് യൂസ് ചെയ്യാനോ, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് യൂസ് ചെയ്യാനോ അവർ അലൗഡ് അല്ല. സൂക്ഷ്മ ആകാര സൗന്ദര്യത്തിന് മാർക്കുണ്ട്. സോ നമ്മൾ കാഞ്ചീപുരം സാരി, വില കൂടിയ സാരി എടുത്ത് തന്നെ നല്ല കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്യണം, ഒറിജിനൽ ടെമ്പിൾ ഓർണമെന്റ്സ് തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല ദ ബെസ്റ്റസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് കുത്തിവെക്കപ്പെടുകയാണ് കുട്ടികളുടെ ഇടയിൽ കുത്തിവെക്കപ്പെടുകയാണ്. ദാറ്റ് അവരുടെ സ്കിൻ കളറിന് അപ്പുറത്തൊരു മേക്കപ്പ്, വെളുപ്പിച്ച ഒരു മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സിലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ കാഴ്ചപ്പാട് എവിടെ നിന്നുണ്ടാവുന്നു? ഈ മാർക്ക് ഷീറ്റിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ മാർക്ക് ഷീറ്റിൽ ആ സാധനമാണ് എടുത്ത് മാറ്റേണ്ടത്. അതെടുത്ത് മാറ്റണം ആദ്യം. അല്ലാണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സത്യഭാമ ടീച്ചറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ആ മാർക്ക്, എത്ര മാർക്കാണോ അത്, 10 മാർക്ക് എങ്ങാണ്ടുണ്ട് അതിന്, 10 മാർക്ക് അതെടുത്ത് കളയാണ് വേണ്ടത്. അതാണ് സത്യഭാമ ടീച്ചർ സംസാരിച്ചിട്ടുള്ളത്. അത് ഉള്ള കാര്യമാണ്. ആ പറഞ്ഞ കാര്യം, അവർ പറഞ്ഞ രീതിക്കകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പക്ഷെ പറഞ്ഞ കാര്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സത്യഭാമ ടീച്ചറുടെ വേ ഓഫ് സ്റ്റൈലാണ് പ്രശ്നം. അത് നല്ല കാര്യം പറഞ്ഞാലും മോശമായി തീരുന്ന ഒരു ടോണാണ്. അവര് അങ്ങനെയാണ് സംസാരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ ഈ പറയുന്ന പോലെ പൊതിഞ്ഞ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പൊതിഞ്ഞ് സംസാരിക്കാൻ അറിയില്ല. അവര് ഷീസ് ബീങ് ഹെർസെൽഫ്. അപ്പൊ നമ്മളാണെങ്കിലും നമ്മൾ പുറത്തു പോയി ഒരാളോട് സംസാരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ പുറത്തു പോയി സംസാരിക്കും. പക്ഷെ അവർ എപ്പോഴും അവർക്ക് ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ. അവരിങ്ങനെ പലരടുത്ത് പല രീതിയിൽ സംസാരിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഒറ്റ വ്യക്തിത്വമേ ഉള്ളൂ. ഇനി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. പിന്നെ ഭയങ്കര മനസ്സിൽ നന്മയുള്ളൊരു വ്യക്തിയാണ്. അവരെ പോലെ മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിനെ ഒന്നും നമുക്ക് ഈ ഡാൻസ് ഫീൽഡിൽ കാണാൻ പറ്റില്ല. കാരണം നമ്മളെ ചിരിച്ചുകൊണ്ട് നമ്മുടെ അപ്പുറത്ത് പോയി നമ്മളെ കഴുത്തിർത്ത് സംസാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ഫീൽഡിനകത്ത്, ഡാൻസ് ഫീൽഡിനകത്തുള്ളത്. അതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ അവിടെ സത്യഭാമ ടീച്ചർ ഡിഫറെന്റ് പേഴ്സൺ. അവരെ അറിയുന്നവരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവർ ഫുൾ ടൈം 24/7 അവേഴ്സ് ടീച്ചറാണ്. ഒരു ടീച്ചർ മോഡിലാണ് ജീവിക്കുന്നത്. അതെ, അവര് അങ്ങനെയാണ്. ഉറങ്ങണത് പോലും. കുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. എഡി എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കും. നമ്മള് കുട്ടികളെ, ഞാൻ പെൺകുട്ടികളെ മാന്നാ വിളിച്ച് സംസാരിക്കും. അമ്മ, മാ, ആൺകുട്ടികളെങ്കിൽ പാ എന്ന് വിളിച്ചിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അവരങ്ങനെയല്ല. എടി ഇങ്ങനെയാണ് സംസാരിക്കുക. എടി നീ എന്തോന്ന് കാണിക്കുന്നത് എന്നാ പിള്ളേരോട് പറയുന്നത്. അത് ആരും ആയിക്കൊള്ളട്ടെ, എത്ര സീനിയേഴ്സ് ആയിട്ടുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ എത്ര സീരിയസ് ആയിട്ടുള്ളവരുടെ അടുത്തായാൽ പോലും എടി നീ എന്തോന്ന് എന്നൊക്കെ അങ്ങ് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു നൃത്ത അധ്യാപിക എന്ന നിലയിൽ അവരെ എങ്ങനെയാണ് ഒരു നൃത്ത അധ്യാപിക നോക്കി കാണുന്നത്? ഷീസ് എ ഗുഡ് ടീച്ചർ, ഷീസ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. അവർ മനസ്സിൽ നന്മയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്ത് അവരുടെ സ്റ്റൈലൊന്നും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊള്ളണമെന്നൊന്നുമില്ല, ഇൻക്ലൂഡിങ് മീ. എനിക്ക് തന്നെ എല്ലാം ഒന്നും അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള വാശിയൊന്നുമില്ല. പക്ഷെ അവര് ഉള്ളിൽ നന്മയുള്ള ഒരു വ്യക്തിയാണ്, അതിനകത്തൊരു സംശയമില്ല. ഓക്കെ.